ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. സന്തോഷം. തിരുമേനി ഈ അമ്പലത്തിലെ ഈ അമ്പലത്തിലെ തിരുമേനിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, വളരെ സന്തോഷം. എങ്ങനെയുണ്ട് പാട്ട്? ഞാനേ തിരുമേനിക്ക് മൊബൈലുണ്ടോ? ഉണ്ട്. സ്മാർട്ട് മൊബൈലാണോ? കാണുമല്ലോ. ആയിക്കോട്ടെ. ഈ ക്ഷേത്രത്തിലെ തിരുമേനിയാണല്ലേ, പൂജ നടത്തുന്ന തിരുമേനിയാണ്. അപ്പൊ പേരെന്താണ് തിരുമേനിയുടെ? വിഷ്ണുനമ്പൂര്. നാട് കോതമംഗലം. ഇവിടെ വന്നിട്ട് അങ്ങനെ 25 വർഷം. കോതമംഗലത്ത് ഇവിടെ വന്നിട്ട് 25 വർഷമായി. അപ്പൊ ഇവിടെ ഈ പൂജയും കർമ്മങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അങ്ങ് കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ താമസം ഇവിടെ അടുത്തൊരില്ലാത്ത ആണോ? അവിടെ മക്കളും ഭാര്യയൊക്കെ എല്ലാവരും ഉണ്ട്. ഭാര്യക്ക് കാലിനും സ്വാധീനമില്ലാത്ത, അതുകൊണ്ട് ഇവിടെ താമസിക്കാനുള്ള കണ്ടീഷൻ ഇവിടെ താമസിക്കാൻ. വടി വേണം നടക്കാൻ. വടി വേണം അല്ലേ? മക്കള് ഒരാളല്ലേ? പിന്നെ ഇപ്പൊ 25 വയസ്സായി. ഓക്കെ. സന്തോഷം കണ്ടുകൂട്ടിയത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ മുട്ടുശാന്തിക്കായിട്ട് വന്നാ. പക്ഷെ അപ്പൊ ഇവിടെ ആദ്യത്തെ മാസം തന്നെ അവള് ഗർഭിണിയായി, മോനെ കിട്ടി. കഴിഞ്ഞപ്പോ ഇവിടെ ശരിയായി. അത് ശരി. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് ഇവിടുത്തെ അനുഭവം കൊണ്ട് അങ്ങനെ ആയതാണല്ലേ? ഓക്കെ. ഞാൻ പറയാം. ഓക്കെ. നേരത്തെ ഇവിടെ നമ്മുടെ ഇപ്പൊ ശിവക്ഷേത്രം ഉണ്ടല്ലോ, ഇപ്പൊ ശിവക്ഷേത്രമായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഈ നമ്മുടെ കായംകുളം രാജാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. കായംകുളം വാളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഈ ഇരുതല മൂർച്ചയുള്ള വാളെന്ന് പറയും. അതിപ്പം എങ്ങും ഇല്ല. അപ്പൊ ഇവിടെ അത് ദേവിയുടെ വാളായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ പണ്ട് കളരിയൊക്കെ ഉണ്ടായിരുന്നു, ആയുധാഭ്യാസം. അപ്പൊ ഈ കായംകുളം രാജാവിന്റെ പടനായകരായിരുന്നു ഇവിടുത്തെ. അപ്പൊ ഇവിടെ കളരിയും മറ്റേ ഇതുമെല്ലാം. അപ്പൊ ഈ തെക്കേത്തായി ഇരുത്തിയിരിക്കുന്നതൊക്കെ ഈ പടയിൽ മരിച്ച ഓരോ കുടുംബത്തിലെ ആൾക്കാരെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ചങ്ങനാശ്ശേരി ഭാഗത്ത് ഇതേപോലെ ഈ നമ്മളെ ദേവപ്രശ്നത്തിനകത്തിൽ തെളിഞ്ഞത് ചങ്ങനാശ്ശേരി ഭാഗത്ത് ഇതേപോലെ ഈ ദേവിയെ ഭദ്രകാളിയാണെന്നും പറഞ്ഞുകൊണ്ട് എവിടെയോ ആരാധിച്ചിട്ട്, അപ്പം അവിടെ ആ കുടുംബമൊക്കെ നിന്നിട്ട് അവിടെ വെള്ളം കയറി ഈ ദേവിയുടെ വിഗ്രഹം ഇങ്ങനെ അച്ചൻകോവിലാറിൽ കൂടെ അത് പടിഞ്ഞാട്ടിങ്ങനെ ഒഴുകി വന്നു. അപ്പൊ ഒഴുകി വന്നപ്പോ ഇവിടെ ഇരുന്ന ശിവന്റെ ശക്തി കൊണ്ട് അത് പടിഞ്ഞാട്ട് ഒഴുകി പോവാതെ ഈ കരിപ്പുഴ തോട്ടിൽ കൂടെ തെക്കോട്ട് ഒഴുകി. അപ്പൊ തെക്കോട്ട് ഒഴുകി വന്നിട്ട് ഇത് ഇവിടെ നമ്മുടെ അപ്പുറത്ത് ഹരിജൻ കോളനി ഉണ്ട്. അപ്പൊ അവരുടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ അവർക്കിത് എന്തോ ഒരു തടി ഒഴുകി വരുന്ന പോലെ. അപ്പൊ അവരത് തടിയായിട്ട് അതെടുത്ത് അവിടെ എടുത്തു വെച്ചു. തടിയായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ണമ്പള്ളിയിൽ മഠമുണ്ട്. നമ്മളിപ്പോ ഇങ്ങോട്ട് തിരികെ അപ്പൊ കണ്ണമ്പള്ളി മഠത്തില് അവിടെ കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞ പോലെ. അപ്പൊ അവിടെ ഇതേപോലെ പ്രശ്നം ഇപ്പൊ ഇതേപോലെ ദേവിയാണ്, മനസ്സിലായോ? അപ്പം അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കണം. അപ്പം അങ്ങനെ ദേവിയെ അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ആണ് ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠ ഇവിടെ വരുന്നത്. അതാണ് ദേവിയുടെ ഇവിടെ ഭുവനേശ്വരിയാണ്. ശാന്ത, അതായത് പിന്നെ സരസ്വതി രൂപത്തിലും ലക്ഷ്മി ഭാവത്തിലും എല്ലാം ഉള്ള ഇതാണ്. ഭദ്രകാളി ഭാവവും ഉണ്ട്. ഭദ്രകാളി ഭാവവും ഉണ്ട്. 3 ഭാവവും ഉണ്ട്. പിന്നെ അതായത് നമ്മുടെ മുഖം വെക്കുന്നത്, ഈ നമ്മളെ തിരുവാഭരണം വെക്കുമ്പോ മുഖം വെക്കുന്ന അതായത് ദംഷ്ട്രം ഒക്കെ ഉള്ള മുഖമാണ്, മനസ്സിലായി? പിന്നെ അടുത്ത നമ്മുടെ ഉപദേവതയുണ്ട് കാക്കാത്തിയമ്മ. അതിന്റെ ഐതിഹ്യം എന്താണ്? കാക്കാത്തിയമ്മയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം പണ്ട് ഇതേപോലെ ഒരു ഇവിടെ അടുത്ത് തന്നെ, അതായത് അത് ഈ ചങ്ങനാശ്ശേരി ഭാഗം എന്നാണ് പറയുന്നത്, വാഴപ്പള്ളി ഭാഗം അങ്ങനെ ആണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ബ്രാഹ്മണ ഇല്ലം ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള ഒരു കാക്കാത്തി കുടുംബമായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു ബ്രാഹ്മണ സ്ത്രീയായിട്ട് ഈ കാക്കാത്തിയമ്മയ്ക്ക്, അപ്പം അവിടുത്തെ ഈ കാക്കാത്തി അന്ന് ചെറുപ്പക്കാരിയാണ്. അപ്പൊ അവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇവർ അവിടെയും പോവുകയും വരികയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ആ ബ്രാഹ്മണ സ്ത്രീയുടെ ആങ്ങളെയും ഈ കാക്കാത്തിയമ്മയായിട്ട് പ്രണയമായി അവർ ഗർഭിണിയായി. അപ്പൊ ഗർഭിണിയായി കഴിഞ്ഞപ്പോ അന്ന് ഈ അയിത്തമൊക്കെ നിലനിൽക്കുന്ന സമയമായതുകൊണ്ട് പിന്നെ അവര് അതിനെ
ഈ കാക്കാത്തിയമ്മ എന്തെടുത്തു, അവര് കച്ചിത്തുറുവിലിട്ട് തീയിട്ട് കൊന്നു. അപ്പം അതിന്റെ ആ ഒരു പ്രേതാത്മാവ് അവിടെ ഉണ്ടായിട്ട് ആ കുടുംബം കുളം തോന്നി, ആ ബ്രാഹ്മണ ഇല്ലം കുളം തോന്നി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ നാട്ടുകാർക്കൊക്കെ ഉപദ്രവമായി. നാട്ടുകാർക്കൊക്കെ ഇങ്ങനെ ഉപദ്രവമായ സമയത്ത്, അപ്പം അത് ഇത് പണ്ടത്തെ കാലമാണ്. അന്നപ്പോ ഇവിടുത്തെ നമ്മുടെ പിന്നെ വല്യച്ഛൻ അവര് ഈ മന്ത്രശക്തിയൊക്കെ അപ്പൊ അവരിങ്ങനെ എവിടെയോ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ, അപ്പൊ അവര് ഇതേപോലെ ഇന്ന പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം കൂടെ ചെന്നിട്ട് അവരുടെ കാക്ക വീണു ഇതേപോലെ രക്ഷിക്കണം. അങ്ങനെ അപ്പൊ കയ്യിലിരുന്ന് നാരായത്തിലാണ് കാക്കാത്തിയമ്മയെ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അപ്പൊ ഇതേപോലെ നോക്കിക്കഴിഞ്ഞപ്പോ ഇതേപോലെ ദേവിയുടെ മുൻഭാഗത്തിന്റെ പോലെ ഇതേപോലെ പ്ലാവിന്റെ തടിയില് പ്രതിഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാവിന്റെ അങ്ങനെ ഇവിടെ വന്നിട്ട് ദേവിയുടെ സന്നിധി വന്നപ്പോ ആ പിന്നെ ദുഷ്പ്രഭാവം മാറിയിട്ട് സത്പ്രഭാവത്തിലേക്ക് മാറിയിട്ടാണ് ഇവിടെ പ്രതിഷ്ഠയായി. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇതേപോലെ ഇപ്പൊ ഈ പിന്നെ കുട്ടികൾ ഉണ്ടാകാത്തവര്, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ളവര് ഇതേപോലെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്ന് പലരും ഇങ്ങനെ വന്ന അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. ഇതേപോലെ പ്രസവിക്കുന്ന സമയത്ത് ഒരു പിന്നെ നമ്മുടെ ചുമല വസ്ത്രം ധരിച്ചതും കറുത്ത വസ്ത്രം ധരിച്ചതുമായിട്ടുള്ള 2 സ്ത്രീകൾ, അത് ദേവിയും കാക്കാത്തിയമ്മയാണ്, ഇങ്ങനെ വന്നു. അപ്പൊ പെട്ടെന്ന് സുഖപ്രസവമൊക്കെ നടന്നതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ കളഞ്ഞു പോകുമ്പോൾ അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് കാക്കാത്തിയമ്മയ്ക്ക് ഒരുപാട് നേർന്നിട്ട് അങ്ങനെ അതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഉത്സവം എന്താണ്? ഉത്സവം നമ്മുടെ വൃശ്ചിക മാസത്തില് ക്ഷേത്ര സമയത്ത് നമ്മുടെ ആ 41 ദിവസം പിന്നെ ആ ലാസ്റ്റിലെ 3 ദിവസമാണ് ഇവിടെ ഉത്സവമായിട്ട്. ബാക്കി 41 ദിവസവും ചെറുപ്പമൊക്കെ ഉണ്ട്. ലാസ്റ്റിലെ 3 ദിവസം ഇവിടെ നമ്മൾ ഉത്സവമായിട്ട് ഇത് ചെയ്യും. എതിരേപ്പൊക്കെ ഉണ്ട്. ദേവി പിന്നെ ഇതേപോലെ ജീവിതയില് വെളിയിലേക്ക് എഴുന്നള്ളിക്കുകയും അപ്പോഴെ നമ്മുടെ ആന എഴുന്നള്ളിക്കും. പിന്നെ അങ്ങനെ ഉത്സവം നമ്മുടെ 41 ബന്ധപ്പെട്ടാണ്. പിന്നെ അടുത്തൊരു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സപ്താഹമാണ്. അത് നമ്മുടെ മേടത്തിലെ അശ്വതിയോടനുബന്ധിച്ചാണ്. അപ്പൊ അശ്വതിക്ക് 2 ദിവസത്തിന് മുമ്പ് സപ്താഹം തീരത്തക്ക രീതിയിലാണ് നമ്മൾ സപ്താഹം ഇത് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും മേടത്തിലെ അശ്വതിക്ക് 2 ദിവസം മുമ്പ് പിന്നെ ഇത് സപ്താഹം തീരത്തക്ക രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. അതായത് മേടത്തിലെ അശ്വതിയുടെ തലേ ദിവസം ഇവിടെ നമ്മൾ നാരായണീയോ അങ്ങനെ വല്ലതും ആയിരിക്കും. അത് കഴിഞ്ഞ് മേടത്തിലെ അശ്വതിയുടെ അന്ന് ഇവിടെ പൊങ്കാലയാണ്. പൊങ്കാല കഴിഞ്ഞിട്ട് ഈ 41 ഗുരുതിയുണ്ട്. ഈ മേടത്തിലെ അശ്വതിയുടെ അന്നും ഗുരുതിയുണ്ട്. അപ്പൊ ഗുരുതി കഴിഞ്ഞ് കലശം കഴിഞ്ഞ് ഭഗവതി അകത്ത് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ മേടത്തില് പിന്നെ ദേവി പുറത്തോട്ട് എഴുന്നള്ളത്തില്ല. അല്ലാതെ നമ്മൾ പറക്കൊക്കെ എഴുന്നള്ളിക്കും. അതായത് നമ്മുടെ ഇവിടുത്തെ എരുവേ ശ്രീകൃഷ്ണസ്വാമിയായിട്ട് ഇവിടെ നല്ല ഒരു കാര്യം വർഷങ്ങളായിട്ട് അവിടുത്തെ എരുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളത്തിന് ഇപ്പുറത്തുള്ള അപ്പൊ ആ എരുവേ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും 7ാം ഉത്സവത്തിനും 8ാം ഉത്സവത്തിനും കൂട്ടനായിട്ട് ഇവിടുന്ന് ദേവി അവിടെ പോകും. അത് വർഷങ്ങളായിട്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ അല്ല, അച്ഛന്റെ ചെറുപ്പത്തിലെ മുതൽ അച്ഛൻ പറഞ്ഞ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങൾ അപ്പം അവിടെ കൂട്ടൻകുട്ടിന് പോകും. അപ്പൊ ആ കൂട്ടൻകുട്ടിന് പോകുമ്പോഴാണ് നമ്മൾ സാധാരണ പറയൊക്കെ എടുത്ത് പോകുന്നത്. അങ്ങനെ പറയൊക്കെ എടുത്ത് ദേവി ഇങ്ങനെ പുറത്ത് എഴുന്നള്ളിക്കും. അതുപോലെ തന്നെ ഏവൂരമ്പലത്തില് ഇതേപോലെ അൻപൊലി പിന്നെ കൂട്ടം എഴുന്നള്ളതിനൊക്കെ ഏവൂരമ്പലത്തിൽ അങ്ങനെ പിന്നെ. പക്ഷേ നമ്മൾ ഈ മേടത്തിലെ അശ്വതിയുടെ അന്ന് കലശമൊക്കെ കഴിഞ്ഞ് ദേവി അകത്ത് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം ഇനി ചിങ്ങമാസമാകാതെ ദേവി പുറത്തോട്ട് ഇറങ്ങത്തില്ല. അങ്ങനെ ഇവിടുത്തെ ഇപ്പൊ ഇതെങ്ങനെ ഇതൊരു കുടുംബക്ഷേത്രമാണ് അല്ലെ? കുടുംബമാണ് അതിന്റെ കാര്യങ്ങളെങ്കിലും ശരി. എല്ലാ നാട്ടുകാരുടെയും പിന്നെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ ഒരു കുടുംബക്ഷേത്രം ഇങ്ങനെ നിന്ന് പോകത്തില്ലല്ലോ. നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തിലാണ്. വള്ളത്തിലൊക്കെ പറയുന്നത് കേൾക്കാം, നമുക്ക് അറിയത്തില്ല. ഇപ്പം ഇങ്ങനെ ഗുരുവായൂരിൽ തൃശ്ശൂരിൽ നിന്നും ഒക്കെ തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ തറ കെട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പേരാല് കെട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ പേരാലാണ് ഈ കാണുന്നത്. അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ പേരാല് കാണത്തുള്ളൂ അല്ലേ? പേരാലാണ് ഈ കാണുന്നത്. ഇപ്പം തിരുമേനി പറഞ്ഞത് പേരാലാണെന്നാണ് ഇത് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് അവിടെ ശരി, അത് ഞാൻ എടുത്ത് എലഞ്ഞെടുത്ത് ശരി തിരുമേന.